ദൈവനാമത്തിന് മാത്രം ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ വചനമായി നിൽക്കാൻ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ പ്രാർത്ഥനയിൽ ഓർക്കണേ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മത്തായി 3:8 ഒന്ന് വായിച്ച് സഹായിക്കുന്നു. മത്തായി 3:8. യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നും ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. മതി, അത്ര മതി. അതായത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഫലം കായ്ക്കുന്ന കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പലപ്പോഴും മറന്നു പോകും. അത് മാനസാന്തരത്തിന് യോഗ്യമായ ഒരു ഫലമായിരുന്നോ അല്ലയോ എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകും. ഫലം കായ്ക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, നമ്മുടെ ലൈഫിലെ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെയോ ക്യാരക്ടർ കാരണമോ ഉണ്ടാകുന്ന ഒരു ഫലമാണ്, അല്ല അതിൻ്റെ ഒരു റിസൾട്ടാണ് ഫലം കായ്ക്കുക എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നതെല്ലാം. അപ്പോൾ അത് ലിറ്ററലി ഫലങ്ങൾ ഒത്തിരി ഉണ്ട്. ബൈബിളിൽ ഒത്തിരി ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇവിടെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ആദ്യമായിട്ട് വരുമ്പം ആ മാനസാന്തരം കാരണം ഉണ്ടാകുന്ന കുറച്ച് ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് മത്തായി 7:17 യേശു കർത്താവ് പറയുന്നുണ്ട്, നല്ല മരത്തെക്കുറിച്ചും ഒരു ചീത്തയായ മരത്തെക്കുറിച്ചും ഒക്കെ. അതെങ്ങനെയാണ് അവരുടെ ഫലത്തെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് അവിടെ പറയുന്നത്. മത്തായി 25:32-33 വാക്യങ്ങളിൽ കർത്താവ് ഈ ആടിനെയും ഷീപ്പിനെയും ഗോഡ്സിനെയും ഒക്കെ വേർതിരിക്കുന്നതും അതും അവരുടെ ഫലം കാരണമാണ്. അവിടെ നമ്മൾ കാണുന്നത് അവർ ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ ആൾക്കാരാണ്. അപ്പം എല്ലാ നേഷൻസും അവിടെ വരുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത്രയും മതി. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എല്ലാ ജാതികളെയും അവിടെ കൊണ്ടുവരും അവിടെ. അപ്പോൾ അതിൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാ മനുഷ്യരും അവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രമല്ല, അങ്ങനെ ദൈവത്തെ അറിഞ്ഞവരുടെ കാര്യം മാത്രമല്ല, അവിടെ എല്ലാവരും വരും. സകല ജാതികളെയും അവൻ്റെ മുൻപിൽ കൂട്ടും. അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യും. അവിടെ ന്യായം ചെയ്യും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച അവിടെയും നമ്മൾ കാണുന്നുണ്ട് കുറച്ച് ആൾക്കാരെ ഒരു ഭാഗത്തും കുറച്ച് ആൾക്കാരെ മറ്റ് ഒരു സൈഡിലും വേർതിരിക്കുന്നത്. അത് അവരുടെ ഓരോ പ്രവൃത്തികൾ കാരണമാണ്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രോഗികളെ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായി. അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല പ്രവർത്തികൾ. ഈ നല്ല പ്രവർത്തികൾ അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഇവിടെ ഈ ഫലം ഉണ്ടായത്, ഈ ഫലം നമ്മളിപ്പോൾ കാണുന്നത് അത് മുഴുവൻ ജാതികളുടെ ഇടയിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് നമ്മൾ കാണുന്നതുമാണ്. അപ്പം നമ്മുടെ ഒരു നല്ല പ്രവൃത്തി ഒരിക്കലും നമ്മൾ പുറമേ കാണുന്ന ഒരു നല്ല പ്രവൃത്തി മാത്രമായിട്ട് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ ക്രിസ്ത്യ ലോകത്തിന് പുറത്തുള്ള ആൾക്കാരും നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, നമ്മൾ ചുറ്റും കാണുന്നതുമാണ്. അപ്പം ദൈവത്തെ അറിയുന്നവർക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവണം. അല്ലാതെ
മറ്റുള്ളവർ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി പോലെ മാത്രമല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞ നമ്മൾക്ക് വേറെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ നല്ല പ്രവൃത്തി അവരുടെ നല്ല പ്രവൃത്തിയും സെയിം അല്ല. അതുപോലല്ല അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തി പോലെ അല്ല നമ്മളുടെ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഉദ്ദേശിച്ചത് ആ ചെയ്യുന്നത് മാത്രം നമ്മുടെ നല്ല പ്രവൃത്തിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല ക്രിസ്തീയ ജീവിതത്തിൽ. പത്രോസ് 1:9 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഒന്ന് വായിക്കാമോ? അല്ല, അല്ല ഏത് പത്രോസാന്ന് പറഞ്ഞില്ല അല്ലേ? ഞാൻ 1 പത്രോസ് അല്ല 2 അല്ല 1 പത്രോസ് 1:1. സോറി, ഞാൻ ഉദ്ദേശിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി 2 സോറി 2 അപ്പം അവിടെ നമ്മൾ വായിക്കുന്നത് 2 പത്രോസ് 2:9 അല്ലേ? സോറി. അപ്പം നമ്മളെ അവിടെ രാജകീയ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും അതിനവരെ വെച്ചിരിക്കുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതിന് ഒരു ഉദ്ദേശമുണ്ട്. അത് എന്തിനാണ്? ഈ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ എന്തിനാണ്? സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം. അപ്പം കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ആണ് നമ്മളെ പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നല്ല പ്രവൃത്തികളാണെങ്കിൽ പോലും അത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അവൻ്റെ മഹത്വത്തെ ഘോഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ നല്ല പ്രവൃത്തി. അല്ലാതെ അത് നമ്മുടെ ഒരു ഗുണത്തിന് വേണ്ടി ആകരുതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീക 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇത് ഞാൻ വായിക്കാം. മീക 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുൻപാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കുന്നത് ഇതെല്ലാം നമ്മൾ എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്താൽ പോലും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ഇതിന് പുറമെ ദൈവം ആഗ്രഹിക്കുന്നത് ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും പിന്നെ നിന്റെ ദൈവത്തിൻ്റെ മറ്റാൾക്കാരും ചിലപ്പോൾ ന്യായം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം, പിന്നെ ദയാതൽപരരായിരിക്കാം മറ്റുള്ളവരും. ദൈവത്തെ അറിയാതെ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലും ഈ 2 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുന്ന ഒരു വിഷയം, അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതായിരിക്കും ഒരു എക്സ്ട്രാ കാര്യം. ദൈവനാമത്തിനൊരു മഹത്വം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയിൽ ദൈവനാമ മഹത്വം എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇവിടെ മലയാളത്തിൽ ഇവിടെ എഴുതിയേക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ
താഴ്മയോടെ നടക്കുവാനും, ദൈവസന്നിധി എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാൻ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുമ്പം വാക്ക് ഹംബ്ലി വിത്ത് ഗോഡ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ നടക്കുവാണ്, താഴ്മയോടെ താഴ്മയോടെ ദൈവത്തിൻ്റെ കൂടെ നടക്കുക എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. എനിക്കത് കുറച്ചുകൂടെ ഒന്ന് എന്നെ ടച്ച് ചെയ്യാനിടയായി. ദൈവസന്നിധിയിൽ നമ്മൾ അതിനെ ഒത്തിരി അങ്ങ് ലഘൂകരിച്ച് പോകുന്ന പോലെ, ദൈവസന്നിധി എല്ലായിടത്തും ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. ദൈവസന്നിധി ഒരിക്കലും ദൈവസന്നിധി ഇല്ലാതാവുന്നില്ല ഒരിടത്തും. നമ്മൾ എവിടെ ജീവിച്ചാലും നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഈ സഭയിൽ കൂടി വരുന്നത് മാത്രമല്ല ദൈവസന്നിധി. പക്ഷെ നമ്മൾ കൂടുതൽ എപ്പോഴും പറയുന്നത് ദൈവസന്നിധി എന്ന് പറയുന്നത് സഭയിൽ കൂടി വരുമ്പോഴാണ്. ഇപ്പം അതല്ല, നമ്മളെപ്പോഴും ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ താഴ്മയോടെ ദൈവസന്നിധിയിൽ, അതുപോലെ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ താഴ്മയോടെ ആണോ നടക്കുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കൊലോസ്യർ 1:10 കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് പ്രാർത്ഥിക്കുവാണ് ആ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി. ഇങ്ങനെ അവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. എന്താണ് പൗലോസ് ആഗ്രഹിക്കുന്നത് അവരെക്കുറിച്ച്? അത് പൗലോസ് മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്നതാണല്ലോ പൗലോസ് പറയുന്നത് ഇവിടെ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പം അത് ഇവിടെ ഉണ്ട്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന്. അപ്പം അവിടെയും കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. നമ്മൾ ഇപ്പം മീഖായിൽ വായിച്ചതും ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കണമെന്നുള്ളതാണ്. അപ്പം എപ്പോഴും നടപ്പ് നമുക്കറിയാം, നടപ്പ് നമ്മളുടെ ജീവിതത്തിലെ ഡെയിലി ലൈഫ്, ദൈനംദിന ജീവിതത്തിലുള്ള നമ്മുടെ നടപ്പിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയെല്ലാം. അപ്പം ഡെയിലി ദൈവത്തിൻ്റെ കൂടെ നടക്കുകയാണെങ്കിലും അത് താഴ്മയോടെ നടക്കണം. പിന്നെ ദൈവത്തിന് പ്രസാദമാകുന്ന വണ്ണം, കർത്താവിന് യോഗ്യമാകും വണ്ണം ഇങ്ങനെയൊക്കെ നടക്കണമെന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. ഗലാത്യർ 5:22-3 അതും എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പം ആത്മാവിൻ്റെ ഫലം ആണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുന്നത് മറ്റ് നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, ആത്മാവിനാൽ നടന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ കർത്താവിന് യോഗ്യമായത്, മാനസാന്തരത്തിന് യോഗ്യമായത്, കർത്താവിന് യോഗ്യമായത്, അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് ഫിലിപ്പിയർ 2:3 നമ്മൾ വായിക്കുന്നത്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവിൻ. ഇവിടെ ഫിലിപ്പിയർ 2:3
നമ്മളിപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ എനിക്ക് അവിടെയും ആ ഒരു വാക്യം എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വേറെ രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശാഠ്യം എന്ന് പറയുമ്പോൾ അതൊരു നിർബന്ധം, എന്തായാലും പറയുക, എല്ലാവർക്കും അറിയാമല്ലോ ശാഠ്യത്തിൻ്റെ മീനിങ്. അത് നമ്മൾ നല്ല മനസ്സോടെ അല്ല ചെയ്യുന്നത്, ഏതോ ഒരു വാശി, അങ്ങനെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വാശിക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ശാഠ്യത്താൽ ചെയ്യുന്നത് പറയുന്നത്. പാസ്റ്റർ വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ ശാഠ്യത്താൽ? വാശിയല്ലാതെ അപ്പോൾ ശാഠ്യത്താൽ എന്ന് പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നത് വാശിയോടെ എന്തെങ്കിലും ഒരു വാശി പിടിച്ച് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ദുരഭിമാനത്താൽ. ദുരഭിമാനം നമുക്കറിയാം, അഭിമാനം നല്ല കാര്യമാണ്. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ പ്രൗഡ്, നമ്മളെക്കുറിച്ച് തന്നെ പ്രൗഡ് ആവുന്നതിനെക്കുറിച്ചാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്തൊരു അഭിമാനം. ദൈവം അതിനകത്തില്ല, എന്തായാലും ദുറാണ് അതിനകത്തുള്ളത്. ദുരഭിമാനം ഉള്ള, ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുകയും. ഇംഗ്ലീഷിൽ പറയുന്ന സെൽഫിഷ് അംബിഷൻ ആൻഡ് കൺസീറ്റ് എന്നാണ് ഈ രണ്ട് വാക്ക്. സെൽഫിഷ് അംബിഷൻ എന്ന് പറയുമ്പോൾ തന്നെ സെൽഫിഷ് എല്ലാവർക്കും അറിയാം നമുക്ക്. ആംബിഷനും നമ്മളുടെ ലക്ഷ്യമാണ്. ആംബിഷൻ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ലക്ഷ്യം, സ്വാർത്ഥമോഹം. യെസ്, സ്വാർത്ഥമോഹം ആണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അപ്പം നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പം അതെനിക്ക് ഇച്ചിരൂടെ ഇതായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാകുന്ന പോലെയാണ് ഇംഗ്ലീഷിൽ എനിക്ക് തോന്നിയത്. അപ്പം അവിടെ നമ്മൾ പലപ്പം കാണിക്കത്തില്ലായിരിക്കും, വാശി ചിലപ്പോൾ നമ്മൾ കാണിക്കത്തില്ലായിരിക്കും. പക്ഷേ വാശി ചിലപ്പം കണ്ടെന്നുമിരിക്കും. പക്ഷേ നമ്മുടെ സെൽഫിഷ് അംബിഷൻ, നമ്മുടെ സ്വാർത്ഥമായ മോഹമൊന്നും, ആ ഒരു വിചാരമൊന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുന്ന സമയത്ത്. അപ്പം അവിടെ ഒരു കൺസീറ്റുമുണ്ട്. അപ്പോൾ അതൊരു വാശി പോലെയുള്ളൊരു കാര്യമാണ്, ദുരഭിമാനം പോലെയുള്ള കാര്യമാണ്. കൺസീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് പ്രൗഡാണ് അത്, പക്ഷെ പതുക്കെ അതൊരു വലിയ അഹങ്കാരത്തിലേക്കും മറ്റുള്ളവരെ ഒരു തരം താഴ്ന്ന രീതി കാണുകയും ചെയ്യുന്നതാണ് ഈ കൺസീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അഹങ്കാരമുണ്ട് താനും, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറച്ച് തരം താഴ്ത്തി കാണും. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്നു, മറ്റാൾ ചെയ്യുന്നില്ല, ഞാനെന്തോ നല്ല ആളാണെന്നുള്ള രീതിയിൽ. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഫിലിപ്പിയർ 2:3 കാണുന്ന അവിടെ നമ്മൾ കാണുന്നത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. അപ്പം എന്ത് ചെയ്യുന്നോ, ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നോ, ഓരോരുത്തൻ സൽഗുണമല്ല, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു താഴ്മയോടെ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും, എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അത് നമ്മുടെ ഒരു സ്വാർത്ഥ ഒരു മോഹം കൊണ്ടോ നമുക്കതിൻ്റെ പുറകിലൊരു ഉദ്ദേശം, സ്വാർത്ഥമായ ഉദ്ദേശം കൊണ്ടൊരു നല്ല പ്രവൃത്തി ചെയ്യാതെ അവിടെ എല്ലാം ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കാനും അവന് യോഗ്യമായ, കർത്താവിന് യോഗ്യമായ ഒരു സൽഗുണ പ്രവൃത്തിയും നമ്മുടെ താഴ്മയോടെ ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. പിന്നെ യോഹന്നാൻ 15:5-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളാകുന്നു, ഒരു തെങ്ങിലും ഞാൻ അവരിൽ വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 5-8 നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അതെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഇവിടെ കർത്താവാണ് മുന്തിരിവള്ളി, എന്നിട്ട് നമ്മൾ അവൻ്റെ കൊമ്പുകളുമാണ്. അവിടെ ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പം ഇവിടെയും കാണുന്നത് പുറത്തുള്ളവരുടെ ഒരു നല്ല പ്രവൃത്തിയോ അല്ലെങ്കിൽ ഫലം കായ്ക്കുന്ന പുറത്തുള്ള ഒരു ജനം, കർത്താവിനെ അറിയാത്തൊരു ജനം കായ്ക്കുന്ന ഫലത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കർത്താവിലായിരിക്കുന്ന അവനിൽ വസിക്കുന്ന അവർ കായ്ക്കുന്ന ഫലത്തെക്കുറിച്ചാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അത് പിന്നെ നമ്മളവിടെ കാണുന്നത്, എനിക്ക് അതിനകത്ത് ഒരു ഇത് മനസ്സിലായത്, നമ്മൾ അവനിൽ വസിക്കുകയും, അവിടെ നമ്മൾ എട്ടാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പം അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ശിഷ്യനാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിലും കർത്താവ് നമ്മളിലും വസിക്കണം. എന്നിട്ട് അത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും. ദൈവത്തിന് വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അവിടെയും ദൈവനാമമാണ് മഹത്വം എടുക്കേണ്ടിയ നമ്മുടെ ഏതൊരു പ്രവൃത്തി കൊണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ആ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, ഈ ഫലം കായ്ക്കുന്ന എന്നിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പം നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നത് അധികം ഫലം ഉണ്ടാകണമെന്നും കൂടിയാണ്. അപ്പം കായ്ക്കാത്ത ഫലത്തെക്കുറിച്ച്, കായ്ക്കാത്ത ആ ഒരു കൊമ്പിനെ കുറിച്ച് ദൈവം പറയുന്നത് അത് വെട്ടിക്കളയുക എന്നുള്ളതാണ്. പക്ഷെ കായ്ക്കുന്ന ഒരു കൊമ്പുണ്ടെങ്കിൽ അത് ചെത്തി വെടിപ്പാക്കണം. അപ്പം അവിടെ നമ്മൾ കായ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കായ്ക്കുന്ന കൊമ്പാണെങ്കിൽ അവിടെ ചെത്തി വെടിപ്പാക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം അത് വേദനാജനകമാണ്, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. നമുക്ക് ചെത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യമാണ്, ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആളായതുകൊണ്ടാണ് ആ ചെത്തലും വെടിപ്പാക്കലും ഒക്കെ ഉള്ളത്. എന്തിനാണ്? നമ്മൾ ആദ്യം വചനം കേൾക്കുന്ന സമയത്ത് നമുക്ക് ശുദ്ധി ഉണ്ടാകുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പം ഇപ്പോൾ ശുദ്ധിയുള്ളവരായി, നമ്മൾ വചനം കേൾക്കുന്ന ഉടനെ നമ്മൾ ശുദ്ധിയുള്ളവരായി. പക്ഷേ ആ ശുദ്ധി നമ്മളുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ആ ചെത്തലും വെടിപ്പാക്കലും ഒക്കെ അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് കർത്താവിൽ വസിക്കാൻ പറ്റത്തുള്ളൂ, കർത്താവിന് നമ്മളിലും വസിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് വേറൊരു കാര്യം, ഞാൻ മുന്തിരിവള്ളിയെക്കുറിച്ച് ഓർത്തപ്പോൾ അത് നന്നായിട്ടിങ്ങനെ പിരിഞ്ഞ് ഇൻ്റർട്വൈൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ മുടിയൊക്കെ കോർക്കുന്ന പോലെ പിണഞ്ഞിരിക്കുന്ന പോലെയാണ് ഈ മുന്തിരിവള്ളിയൊക്കെ ഇരിക്കുന്നത്. അപ്പം അതുപോലെയാണ് എനിക്ക് മനസ്സിലായത്. അന്നേരം അതുപോലെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അവനിലും അവൻ നമ്മളിലും അതുപോലെ വസിക്കണം. നമ്മൾ മുഴുവനായിട്ടും അതിൽ പിണഞ്ഞ്, ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്ന പോലെ അവർ രണ്ടുപേരും ഒരു ശരീരമായി തീരുമെന്ന് പറയുന്ന പോലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുപോലെ അവനിൽ പിണഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള സൽഗുണങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള സൽഗുണങ്ങൾ നമ്മളിൽ നിന്ന് ദൈവത്തിന് പ്രവർത്തിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അവനിലല്ലാതെ നമുക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നമ്മളുടെ മിടുക്കുകൊണ്ട് എന്ത് പ്രവർത്തിച്ചാലും അത് നമ്മുടെ ഒരു നമ്മൾ ചീർക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെക്കുറിച്ചുള്ള ഒരു മതിപ്പുണ്ടാകാനോ മാത്രമേ ആകത്തുള്ളൂ. അത് ദൈവത്തിന് ഒരിക്കലും പ്രസാദമുള്ള ഒരു നല്ല പ്രവൃത്തി ആകത്തില്ല. അപ്പം അതാണ് ഞാൻ മനസ്സിലാക്കുന്ന, മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതായിരിക്കണം ഏറ്റവും പ്രധാനമായിട്ടും. നമ്മളുടെ ഉള്ളിൽ ചീർക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ താഴ്മയില്ലാതെ പോകാനോ നമ്മുടെ നാമം മഹത്വം എടുക്കാനോ ഒന്നും ഇടയാകാതെ കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാവണമെന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഒരു ഫലമായിരിക്കത്തില്ല. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ.